ഗസയിൽ നടത്തുന്ന വാർ ക്രൈമിനെതിരെ നെതന്യാഹു അടക്കമുള്ള ആളുകൾക്ക് അറസ്റ്റ് വാറണ്ട് പുറപ്പെടുവിക്കുന്നതിനെക്കുറിച്ച് പരിഗണിക്കുകയാണ് ഇൻ്റർനാഷണൽ കോർട്ട് ഓഫ് ജസ്റ്റിസ്. അപ്പോൾ ഇന്നലെ ഏറ്റവും പ്രധാനപ്പെട്ട തലക്കെട്ട് അതായിരുന്നു. ഇപ്പോൾ നെതന്യാഹു ബൈഡനും ഒക്കെ കർശന നിലപാടുമായി കടുത്ത വിയോജിപ്പ് രേഖപ്പെടുത്തിക്കൊണ്ട് രംഗത്ത് വരികയും ചെയ്തിട്ടുണ്ട്. ഇതിനു മുമ്പ് നമുക്കറിയാവുന്ന പോലെ കോർട്ട് ഓഫ് ജസ്റ്റിസ് ഏതെങ്കിലും അറസ്റ്റ് വാറണ്ട് പുറപ്പെടുവിക്കുന്നു എന്നത് നിലയ്ക്ക് ഇമ്പാക്റ്റ് ചെയ്യാൻ പോകുന്ന ഒരു സംഗതിയായിട്ട് വിചാരിക്കാൻ നിവൃത്തിയില്ല. ഇപ്പോൾ പുടിനെതിരെ വന്നിട്ടുണ്ട്. അതുമാത്രമല്ല, ഈ ക്ലാഷ് തുടങ്ങിയതിന് ശേഷവും ഏതെല്ലാം നിലയ്ക്കുള്ള അന്താരാഷ്ട്ര ഇടപെടലുകൾ ഉണ്ടായിട്ടുണ്ടോ അവയെല്ലാം അവഗണിച്ച് മുന്നോട്ട് പോകുന്ന ഒരു നില സ്വീകരിക്കുന്നതാണ് നമ്മൾ കാണുന്നത്. ഈ ICC ഇനിയിപ്പോൾ ഒരു വാറണ്ട് പുറപ്പെടുവിച്ചാൽ അതിൻ്റെ ഒരു പ്രാധാന്യം എന്താണ് ദിവസം? നിഷാദ് ആദ്യം ക്ലാരിറ്റി വരുത്തണം. നിഷാദിനോടും പറയുമ്പോൾ തെറ്റിപ്പോയി. ഈ വാറണ്ട് പുറപ്പെടുവിക്കുന്നതിനെക്കുറിച്ച് പ്രോസിക്യൂട്ടർ പറഞ്ഞിരിക്കുന്നത് ഇൻ്റർനാഷണൽ ക്രിമിനൽ കോർട്ടിലെ പ്രോസിക്യൂട്ടറാണ്. ഇൻ്റർനാഷണൽ കോർട്ട് ഓഫ് ജസ്റ്റിസ് അത് നിഷാദ് ICC എന്ന് പറഞ്ഞു. പക്ഷേ ഇത് ആദ്യം ഒന്നും പ്രേക്ഷകർ മനസ്സിലാക്കേണ്ട കാര്യമാണ്. ICCയും ICJയും രണ്ട് സെപ്പറേറ്റ് എൻറ്റിറ്റീസാണ്. അത് നമ്മൾ ഒരേ ഒരു സാമ്യം വെച്ചാൽ രണ്ടിൻ്റെയും ആഫീസ് ഏകിലാണെന്നുള്ള മാത്രമാണ്. ഇൻ്റർനാഷണൽ കോർട്ട് ഓഫ് ജസ്റ്റിസിൽ ഇസ്രായേലിനെതിരെ ഒരു കേസ് നടക്കുന്നുണ്ട്. സൗത്ത് ആഫ്രിക്ക കൊടുത്ത ഒരു കേസ് നടക്കുന്നുണ്ട്. അതിൻ്റെ വിചാരണ നടപടികൾ ആരംഭിച്ചു. അതിൻ്റെ ആദ്യഘട്ട വിചാരണയൊക്കെ നമ്മൾ കണ്ടതാണല്ലോ. അപ്പോൾ ICCയുടെ ഒരു പ്രത്യേകത എന്ന് വെച്ചാൽ ICC 2002 മാത്രം രൂപീകരിക്കപ്പെട്ടുള്ള ഒരു സംവിധാനമാണ്. 124 രാജ്യങ്ങളാണ് അതിൽ സിഗ്നേറ്ററീസ് ആയിട്ടുള്ളത്. 195 രാജ്യങ്ങളാണ് ലോകത്തുള്ളത്, നമ്മൾ മനസ്സിലാക്കണം. അതിൽ തന്നെ അമേരിക്ക അതിൽ ഒരു സിഗ്നേറ്ററി അല്ല, ഇസ്രായേൽ അതിലൊരു സിഗ്നേറ്ററി അല്ല. പക്ഷേ ICCയുടെ ഒരു പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ ICC രൂപീകരിക്കാൻ ആധാരമായിട്ടുള്ള റോം സ്റ്റാറ്റ്യൂട്ട് എന്ന് പറഞ്ഞിട്ടുള്ള രേഖയുണ്ട്. ഈ റോം സ്റ്റാറ്റ്യൂട്ട് അംഗീകരിച്ച രാജ്യങ്ങളാണ് ഇതിൽ കോൺസ്റ്റിറ്റ്യൂവൻ്റ് കൺട്രീസ് എന്ന് പറയുന്നത്. പക്ഷേ ICJ രാജ്യങ്ങളെയാണ് ഇൻഡിക്റ്റ് ചെയ്യുക, രാജ്യങ്ങളെയാണ് പ്രതി ചേർക്കുകയും ശിക്ഷാ നടപടി സ്വീകരിക്കുകയും ഒക്കെ ചെയ്യും. അപ്പോൾ രാജ്യങ്ങൾ തമ്മിലുള്ള തർക്കങ്ങളുണ്ടാവും, അതിർത്തി തർക്കങ്ങളുണ്ടാവും, മാരിടൈം ഇഷ്യൂസ് ഉണ്ടാവും. അത്തരം കാര്യങ്ങളൊക്കെ അവരുടെ ഒരു ജൂറിസ്ഡിക്ഷനിൽ വരുന്നതാണ്. ICC അങ്ങനെയല്ല, ICC വ്യക്തികളെയാണ് നോക്കുന്നത്. അപ്പോൾ അതിൽ ചില കാര്യങ്ങൾ ICJക്ക് കൂടുതൽ ഒരു പവർ ഉണ്ടാവും, മറ്റു ചില കാര്യങ്ങൾ ICCക്കായിരിക്കും പവർ ഉണ്ടായിരിക്കുക. അപ്പോൾ ഇതുവരെയുള്ള 2002 മുതലുള്ള ICCയുടെ ചരിത്രത്തിൽ 40 ആളുകളെയാണ് അവർ ഇൻഡിക്റ്റ് ചെയ്തിരിക്കുന്നത്. അതിൽ എനിക്ക് 12 പേരെയാണ് അവർക്ക് ഡീറ്റെയിൻ ചെയ്യാൻ പറ്റില്ല. അപ്പോൾ ഒരാളെ ഇൻഡിക്റ്റ് ചെയ്തു, ഒരാളെ ഒരു കുറ്റം വെച്ചാൽ പ്രധാനമായ ഒരു വാർ ക്രൈംസ്, ജിനോസൈഡ്, വാർ ക്രൈംസ്, ഇതൊക്കെയാണ് അവരെടുക്കുന്നത്. അപ്പോൾ ഒരാൾക്കെതിരെ വാറണ്ട് പ്രഖ്യാപിച്ചു കഴിഞ്ഞാൽ അയാൾ അവരുടെ ഒരു ടെറിട്ടറിയിൽ വന്നു കഴിഞ്ഞാൽ അയാളെ ഡീറ്റെയിൻ ചെയ്ത് എത്തിക്കുക എന്നുള്ളത് ഇതിലൊരു അംഗരാജ്യത്തിൻ്റെ ചുമതലയാണ് എന്നുള്ളതാണ് അതിൻ്റെ വെപ്പ്. അപ്പോൾ അതാണ് കഴിഞ്ഞ ബ്രിക്സ് കോൺഫറൻസ് നടന്നു. ബ്രിക്സ് കോൺഫറൻസിൽ പുടിൻ പങ്കെടുത്തില്ല. പുടിൻ പങ്കെടുക്കാത്തതിൻ്റെ കാരണം എന്താണ്? സൗത്ത് ആഫ്രിക്ക ഇതിലൊരു സിഗ്നേറ്ററിയാണ്, ICCയിൽ സിഗ്നേറ്ററിയാണ്. അപ്പം കേപ്പ് ടൗണിൽ ഇദ്ദേഹം വന്നാൽ നിയമപരമായി ഇദ്ദേഹത്തെ പിടിച്ച് ഹേഗിലെത്തിക്കാൻ സൗത്ത് ആഫ്രിക്കയ്ക്ക് ബാധ്യതപ്പെട്ടു എന്ന് പറയുമ്പോൾ സാധിക്കും. ബാധ്യതപ്പെട്ടു ഇല്ലെന്ന് വെച്ചാൽ ഇപ്പോൾ സൗത്ത് ആഫ്രിക്ക അത് ചെയ്തില്ലെന്ന് വിചാരിക്കുക. ചെയ്തില്ലെങ്കിൽ ICCക്ക് വേറൊരു പ്രമേയം പാസ്സാക്കാനേ പറ്റുള്ളൂ. അവരുടെ ഒബ്ലിഗേഷൻ മീറ്റ് ചെയ്യുന്നതിൽ പരാജയപ്പെട്ടു. ഇത് പറയാൻ കാരണം ഇതേമാതിരി ഇപ്പോൾ ICCയുടെ ഈ 42 ഇൻഡിക്റ്റീസ് നമ്മൾ എടുത്തു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അതിൽ 95% ആഫ്രിക്കൻ ലീഡേഴ്സാണ്, നമ്മൾ മനസ്സിലാക്കണം. അപ്പോൾ അതിൽ പ്രധാനപ്പെട്ട ഒരു കക്ഷി ഉമർ അൽ ബഷീർ ആയിരുന്നു. ഈ സുഡാൻ പ്രസിഡൻ്റായിരുന്നു ഉമർ അൽ ബഷീർ. അദ്ദേഹത്തിന് ഒരു വാറണ്ട് ഇഷ്യൂ ചെയ്യുന്നുണ്ട്. പക്ഷേ വാറണ്ട് ഇഷ്യൂ ചെയ്തതിന് ശേഷം അദ്ദേഹം വിവിധ ആഫ്രിക്കൻ രാജ്യങ്ങൾ സന്ദർശിക്കുന്നുണ്ട്, സൗത്ത് ആഫ്രിക്കയും സന്ദർശിക്കുന്നുണ്ട്. ഇതിൽ നമ്മൾ കാണേണ്ടത് ആഫ്രിക്കൻ കോണ്ടിനെൻറ്റിലെ ആഫ്രിക്കൻ കോണ്ടിനെൻ്റിലെ ഒരു 70-80% രാജ്യങ്ങൾ ICC സിഗ്നേറ്ററീസാണ്. അപ്പോൾ അന്ന് സൗത്ത് ആഫ്രിക്കയിൽ അദ്ദേഹം പോയിട്ട് എന്തുകൊണ്ട് സൗത്ത് ആഫ്രിക്ക പിടിച്ചു കൊടുത്തില്ല എന്ന ചോദ്യം അവിടെ ഉണ്ട്. അപ്പോൾ സൗത്ത് ആഫ്രിക്ക പിടിച്ചു കൊടുക്കാത്തതുകൊണ്ട് സൗത്ത് ആഫ്രിക്ക ഏതെങ്കിലും നിലയ്ക്ക് ശിക്ഷിക്കാൻ സാധിക്കില്ല. സൗത്ത് ആഫ്രിക്കയ്ക്കെതിരെ ഒരു പ്രമേയം പാസ്സാക്കും. പക്ഷെ പിടിച്ചു കൊടുത്ത സംഭവങ്ങളും ഉണ്ടായിട്ടുണ്ട്. ഞാൻ പറഞ്ഞല്ലോ, ഇപ്പം 14ഓളം ആളുകൾ അവർ ഇപ്പോൾ തന്നെ ഈ ബോസ്നിയൻ യുദ്ധത്തിൽ ഏറ്റവും പ്രധാനപ്പെട്ട റദോവൻ കരാജിച്ച് എന്ന് പറഞ്ഞിട്ട് കക്ഷിയുണ്ട്. മിലോസെവിച്ച് ICJ ആണ് ഇൻഡിക്റ്റ് ചെയ്തതാണ് എൻ്റെ ഓർമ്മ. ഈ റദോവൻ കരാജിച്ച് ഇപ്പോഴും തടവിലാണ്. അദ്ദേഹം ലൈഫ് ഇംപ്രിസൺമെൻറ്റ് കിട്ടിയിട്ട് ഇപ്പോഴും ജയിലിലാണ്. ഹേഗിലെ ജയിലിലായിരുന്നു കുറേ കാലം, പിന്നീട് ഒരു ബ്രിട്ടീഷ് ജയിലിലേക്ക് മാറ്റി. അങ്ങനെ ഉള്ള സംഭവങ്ങളും ഉണ്ടായിട്ടുണ്ട്. അപ്പോൾ ആ നിലക്ക് നോക്കുമ്പോൾ ഈ ICCയുടെ ഇപ്പം റഷ്യൻ പ്രസിഡന്റ് പുടിന് സൗത്ത് ആഫ്രിക്കയിൽ ഒരു പരിപാടിയിൽ പങ്കെടുക്കാൻ പറ്റിയില്ല എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം എന്താണ്?
റഷ്യൻ പ്രസിഡന്റ് എന്ന് പറഞ്ഞാൽ ആരാണ്? ലോകത്തെ പ്രധാനപ്പെട്ട ഒരു ശക്തിയുടെ പ്രസിഡൻ്റാണ്. അതോടെ നമ്മൾ മനസ്സിലാക്കണം, യു എന്നിലെ പെർമനൻറ്റ് മെമ്പർ, യു എൻ പെർമനൻറ്റ് മെമ്പറായിട്ടുള്ള ഒരു രാഷ്ട്രത്തലവന് നേരെ അന്താരാഷ്ട്ര ക്രിമിനൽ കോടതി ഒരു വാറണ്ട് പുറപ്പെടുവിക്കുക എന്നുള്ളത് ആദ്യമാണ്, ചരിത്രത്തിൽ ആദ്യമായിട്ടാണ് അങ്ങനെ ഒരു സംഭവം ഉണ്ടാകുന്നത്. അപ്പോൾ അത് ഒരു ഡിപ്ലോമാറ്റിക് ബ്ലോ ആണ്. ഒരർത്ഥത്തിൽ ഒരു യാത്രാവിലക്ക് ഉണ്ടാകാനും ഇടയുള്ള ഒരു സംഗതിയാണ്. അപ്പോൾ നെതന്യാഹുവിനെതിരെയും സിൻവാറിനെതിരെയും, നെതന്യാഹു ഗാലന്റ്, അതേമാതിരി അവിടുത്തെ IDF-ൻ്റെ തലവൻ ഹെർസി ഹലേവി, അതേമാതിരി യഹിയ സിൻവാർ, മുഹമ്മദ് ദെയ്ഫ്, ഇസ്മായിൽ ഹനിയ, ഇവർക്കെതിരെയാണ് വാറണ്ട് പുറപ്പെടുവിക്കാൻ ഈ പ്രോസിക്യൂട്ടർ ഇനിഷ്യേറ്റ് ചെയ്തിരിക്കുന്നത്. ഇനി അതൊരു ദീർഘമായ പ്രക്രിയയാണ്. അതൊരു ഫുൾ കോർട്ടിൽ അത് വരണം, അവരുടെ ആളുകൾ വന്ന് ഈ പറയുന്ന വാദപ്രതിവാദം, എനിക്ക് തോന്നുന്നു വർഷങ്ങളെടുക്കുന്ന പ്രക്രിയയാണ് ഒരു ഫൈനൽ വാറണ്ട് ഇഷ്യൂ എന്നുള്ളത്. പക്ഷെ ഇതിന് ഇസ്രായേലിനെ സംബന്ധിച്ചിടത്തോളം ഇതൊരു ഡിപ്ലോമാറ്റിക് ബ്ലോ ആണെന്ന് പറയാം. ഇന്നിപ്പോൾ വരുമ്പം ഫ്രാൻസ് പറഞ്ഞിട്ടുണ്ട് ഞങ്ങളതിനെ പിന്തുണക്കുമെന്ന് പറഞ്ഞിട്ടുണ്ട്. ICCയുടെ വാറണ്ട് വരികയാണെങ്കിൽ ഞങ്ങൾ അതിനെ പിന്തുണക്കുമെന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഇസ്രായേൽ എന്താണ്, ഞങ്ങൾ പിന്നെ ലോകത്തെ മിഡിൽ ഈസ്റ്റിലെ ഏക ജനാധിപത്യത്തിന് നിലനിൽക്കുന്ന രാജ്യം എന്നൊക്കെ പറഞ്ഞുകൊണ്ടിരുന്ന ഒരു രാജ്യമാണ്. ഹമാസിനെ കുറിച്ച് അവർ പറഞ്ഞുകൊണ്ടിരുന്നത് അതൊരു ഭീകര പ്രസ്ഥാനമാണെന്നാണ്. അപ്പോൾ ഈ ഇൻഡിക്മെൻറ്റിന് അല്ല, ഈ വാറണ്ട് ഇഷ്യൂ ചെയ്യാനുള്ളതിനെക്കുറിച്ചുള്ള ഇസ്രായേലിൻ്റെയും അമേരിക്കയുടെയും പ്രതികരണം എന്താണ്? ഞങ്ങളെയും ഹമാസിനെയും ഒരേ തട്ടിലിട്ടു എന്നുള്ളതാണ്. അപ്പോൾ ഹമാസ് ഒരു ഭീകര പ്രസ്ഥാനമാണ്, ഞങ്ങളൊരു ഡെമോക്രസിയാണ്. ആ ഒരു ആഖ്യാനത്തിനേറ്റ ഒരു പ്രഹരം എന്നുള്ള ഒരു രാഷ്ട്രീയ പ്രസക്തി ഇതിനകത്തുണ്ട്. ഹമാസിനെ സംബന്ധിച്ചിടത്തോളം ഇപ്പോൾ കുളത്തിൽ മുങ്ങിക്കുന്ന ഒരാളെ മേലെ വെള്ളം തെറിപ്പിക്കണതിൽ ഒരു അർത്ഥമില്ലല്ലോ. അവർ നേരത്തെ തന്നെ അമേരിക്കയിൽ ഭീകര സംഘടനയാണ്, ഇസ്രായേൽ ഭീകര സംഘടനയാണ്, യൂറോപ്യൻ യൂണിയൻ്റെ കണക്കിലും ഭീകര സംഘടനയാണ്. അപ്പോൾ അവർക്കൊരു ICC വാറണ്ടും കൂടെ എക്സ്ട്രാ വരുന്നതിൽ അവരെ വല്ലാതെ അലോസരപ്പെടുത്തേണ്ട കാര്യമില്ല. പക്ഷേ ഇസ്രായേലിനെ സംബന്ധിച്ചിടത്തോളം ഒരു ഡെമോക്രാറ്റിക് സ്റ്റേറ്റ് എന്നുള്ള നിലക്ക് സ്വയം ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നൊരു ടീമാണ്. അപ്പോൾ ഓഫ് കോഴ്സ് അത് ഇനിയും ദീർഘമായൊരു ഇതിലേക്ക് കടക്കും. പക്ഷെ ഞാനിതിനെ വേറെ നിലക്കാണ് കാണുന്നത്. ഇസ്രായേൽ ഫലസ്തീൻ പ്രശ്നം എന്ന് പറയുന്നത്, അല്ലെങ്കിൽ ഫലസ്തീൻ ക്വസ്റ്റ്യൻ എന്ന് പറയുന്ന ഒരു സംഗതി, അത് ഓരോ ദിവസവും പുതിയ ചുവടുകളിലേക്ക് പോവുകയാണ്. നോക്കൂ, ഇത് ഗസയിലും വെസ്റ്റ് ബാങ്കിലുമുള്ള ആളുകൾ മാത്രം, അവരുടെ ചിന്തയിൽ മാത്രം, അവരുടെ ആലോചനകളിലും വേദനകളിലും മാത്രം ഉണ്ടായിരുന്ന ഒരു പ്രശ്നം ICJയിലേക്ക് പോകുന്നു, ഇൻ്റർനാഷണൽ കോർട്ട് ഓഫ് ജസ്റ്റിസിലേക്ക് പോകുന്നു, ഇൻ്റർനാഷണൽ ക്രിമിനൽ കോർട്ടിലേക്ക് പോകുന്നു, അമേരിക്കൻ യൂണിവേഴ്സിറ്റിയിലേക്ക് പോകുന്നു, യൂറോപ്യൻ യൂണിവേഴ്സിറ്റിയിലേക്ക് പോകുന്നു, ഐക്യരാഷ്ട്രസഭയിലേക്ക് പോകുന്നു. നോക്കൂ, നിരവധിയായ രാജ്യങ്ങൾ ഫലസ്തീന് പൂർണ്ണ ഫുൾ സ്റ്റേറ്റ്ഹുഡ് നൽകാനുള്ള നീക്കത്തിലേക്ക് പോയി കഴിഞ്ഞിരിക്കുന്നു. UN ജനറൽ അസംബ്ലി തന്നെ ആ ഒരു പ്രമേയം പാസ്സാക്കിയിരിക്കുന്നു. അങ്ങനെ രാഷ്ട്രീയമായി ഫലസ്തീൻ കോസ് എന്ന് പറയുന്ന ഒരു കാര്യം കൂടുതൽ മുന്നോട്ട് കുതിച്ചുകൊണ്ടിരിക്കുന്നതിൻ്റെ ഒരു അനുഭവം ഒരു വശത്ത്. മറുവശത്ത് ഇത്തരം ചരിത്രത്തിൽ ഇതുവരെ ഇല്ലാത്തൊരു യുദ്ധത്തിൻ്റെ മുഖത്തും ഇസ്രായേലി ലീഡർഷിപ്പിൽ കാണുന്ന അങ്ങേയറ്റത്തെ അവരുടെ അനൈക്യം. ഒരു പ്രധാനമന്ത്രി ഒരു കാര്യം പറയുന്നു, ഡിഫൻസ് മിനിസ്റ്റർ വേറൊരു കാര്യം പറയുന്നു, ആർമി ചീഫ് വേറൊരു കാര്യം പറയുന്നു. ഇപ്പോൾ 2-3 ദിവസം മുമ്പാണ് അവർ 76ാമത് നാഷണൽ ഡേ ആചരിച്ചത്. ആ നാഷണൽ ഡേ ആചരിക്കുന്ന ദിവസം ഹാരറ്റ്സിൽ വന്നൊരു ലേഖനത്തിൻ്റെ തലക്കെട്ട്, ഇസ്രായേലി മാധ്യമത്തിൽ വന്ന ലേഖനത്തിൻ്റെ തലക്കെട്ടതാണ്, 100ാമത് നാഷണൽ ഡേ ആചരിക്കുവാൻ ഈ രാജ്യം ഉണ്ടാകുമോ, അങ്ങനെ കരുതാൻ വയ്യ. ഇതാണ് ലേഖനത്തിൻ്റെ തലക്കെട്ട്. ഇതിപ്പോൾ അവിടെ കാണേണ്ടതാണ് ഫലസ്തീൻ കോസ് എന്ന് പറയുന്നത്, അല്ലെങ്കിൽ ഫലസ്തീൻ രാഷ്ട്രത്തെക്കുറിച്ച സ്വപ്നം എന്ന് പറയുന്നത്, അതിന് കൂടുതൽ കനം വെക്കുമ്പോൾ അതിന് ഇപ്പുറത്ത് സംഭവിക്കുന്നതാണ് ഇസ്രായേൽ എന്ന് പറയുന്ന രാജ്യത്തിൻ്റെ എക്സിസ്റ്റൻസിനെ കുറിച്ചിട്ടുള്ള അതിനെക്കുറിച്ച് ആലോചനകൾ ഇസ്രായേലിനകത്ത് തന്നെ കൂടുതൽ കനം വെക്കുകയും ചെയ്യുന്ന ഒരു അസാധാരണമായൊരു സാഹചര്യമാണ്. ഇത് അവസാനം പറഞ്ഞ പോലെ ഈ ICC എന്ന് പറയുന്നത് അന്താരാഷ്ട്ര ക്രിമിനൽ കോടതി എന്ന് പറയുമ്പോൾ നമുക്ക് പേടിയാവും കേൾക്കുമ്പോൾ, കോടതിയുടെ പേരാണ് കേൾക്കുമ്പോൾ. പക്ഷെ അതിന് കാര്യമായ പവറൊന്നുമില്ല. ഈ പറഞ്ഞതുപോലെ ഒന്നാമത് ഈ റോം സ്റ്റാറ്റ്യൂട്ട് രൂപപ്പെടുന്ന ഒരു രസകരമായ നിമിഷമാണ്. കാരണം ജോർജ് W. ബുഷിൻ്റെ കാലത്താണ് അമേരിക്കയാണ് കൊണ്ടുവന്നത്. റോം സ്റ്റാറ്റ്യൂട്ടിന് സകല പിന്തുണയും കൊടുത്തത് അമേരിക്കയാണ്. അമേരിക്കയും ഇന്ത്യയും ഇതിൽ ഒപ്പിട്ടിട്ടില്ല. അത് മനസ്സിലാക്കേണ്ട കാര്യമാണ്. ഇന്ത്യ മാത്രമല്ല, ഖത്തർ ഒപ്പിട്ടിട്ടില്ല, അങ്ങനെ ചൈനയില്ല, റഷ്യയില്ല, ഒന്നുമില്ല. അപ്പോൾ അവരുടെ പ്രശ്നം എന്താണ്? നമ്മുടെ ഏതെങ്കിലും പട്ടാള ഉദ്യോഗസ്ഥർക്കെതിരെ പ്രോസിക്യൂഷൻ വന്നു കഴിഞ്ഞാൽ അവർ പെടും. അമേരിക്കയുടെ പ്രശ്നം അത് തന്നെയാണ്. അമേരിക്കയുടെ പ്രശ്നമാണ് രസം. റോം സ്റ്റാറ്റ്യൂട്ട് കൊണ്ടുവന്ന് ഈ റോം സ്റ്റാറ്റ്യൂട്ടിൻ്റെ അടിസ്ഥാനത്തിൽ കോടതി രൂപീകരിക്കാൻ പോയപ്പോൾ ജോർജ് W. ബുഷ് മെല്ലെ നിന്ന് പിന്മാറി. ബുഷ് 2002 പറഞ്ഞു. 2002 പ്രത്യേകത എന്താണ്? അഫ്ഗാൻ അധിനിവേശം, ഇറാഖ് അധിനിവേശം നടക്കുകയാണ്. അപ്പോൾ ഒരു കാരണവശാലും അതിൽ നിൽക്കില്ലല്ലോ. അല്ലേ, രസമൊന്നുമല്ല. ഈ ICC രൂപപ്പെട്ടതിന് ശേഷം അമേരിക്കയിൽ വേറൊരു നിയമം വന്നു. അത് ഹേഗ് ഇൻവേഷൻ ലോ എന്നാണ് അത് അറിയപ്പെടുന്നത്. അങ്ങനെയല്ല, എൻ്റെ പേര് അറിയപ്പെടുന്നത് അങ്ങനെയാണ്. അതായത്
ഇപ്പോൾ അമേരിക്കയിലെ ഏതെങ്കിലും പട്ടാള മേധാവിമാർക്കെതിരെ ICC പ്രോസിക്യൂഷൻ ആരംഭിച്ചു എന്ന് കരുതുക. മെമ്പറാവണമെന്നില്ല, വ്യക്തികൾക്കെതിരെയാണല്ലോ. വ്യക്തികൾക്കെതിരെ ഒരു പ്രോസിക്യൂഷൻ ആരംഭിച്ചു എങ്കിൽ നെതർലാൻഡ്സിനെ സൈനികമായി കീഴടക്കാനുള്ള നിയമമാണ്. അമേരിക്കൻ കോൺഗ്രസ് അമേരിക്കൻ പ്രസിഡന്റിന് അനുമതി നൽകുന്ന നിയമമാണിത്. ഒന്ന് ആലോചിച്ചു. അതായത് ലോകത്തെ ഏറ്റവും വലിയ ജനാധിപത്യം, ദ സ്ട്രോങ്ങസ്റ്റ് ഡെമോക്രസി, ഒരു നിയമം ഉണ്ടാക്കിയേക്കാണ്. ഏത് ICCയിൽ ഏതെങ്കിലും അമേരിക്കൻ പട്ടാള ഉദ്യോഗസ്ഥർക്കെതിരെ ഒരു പ്രോസിക്യൂഷൻ ആരംഭിച്ചാൽ നെതർലാൻഡ്സ് കീഴടക്കാം. പോയിട്ട് കോടതി ഇരിക്കുന്ന രാജ്യം, കോടതി ഇരിക്കുന്ന രാജ്യം പോയി ഇൻവേഡ് ചെയ്യാൻ പ്രസിഡന്റിന് അനുമതി കൊടുക്കുന്ന നിയമമാണ് ഈ പറയുന്ന ഹേഗ് ഇൻവേഷൻ ലോ എന്ന് പറയുന്നത്. അപ്പോൾ അത്രമാത്രം തമാശയാണ് ഈ ICCയും ICJയും അമേരിക്കയുടെ ലോക പോലീസും ലോക ജനാധിപത്യം എന്നൊക്കെ പറഞ്ഞാൽ ഭയങ്കര തമാശയുള്ള കാര്യമാണ്. അപ്പം അങ്ങനെ ഒരു കോടതിയിൽ നിന്ന് ഇസ്രായേലിനെതിരെ ഒരു നീക്കം ഉണ്ടാവുക എന്നുള്ളത് തന്നെ അമാൽ ക്ലൂണി, ജോർജ് ക്ലൂണിയുടെ ഭാര്യയും മനുഷ്യാവകാശ പ്രവർത്തകൻ അമാലിൻ്റെ ശ്രമഫലമായിട്ടാണ് നടന്നത്. അതിന് കാരണം എന്ന് വെച്ചാൽ ഇപ്പോൾ ഈ ICJയിൽ ഇപ്പം നടക്കുന്ന പ്രോസിക്യൂഷനിൽ ഏതാനും മാസം മുമ്പ് ഒരു നിരീക്ഷണം ഉണ്ടായിരുന്നത്, ഇത് പ്ലോസിബിൾ ജനസൈഡ് അവിടെ സാധ്യതയുണ്ട് ഇസ്രായേൽ, അത് തടയണം, അത് തടയാൻ വേണ്ടി നടപടി സ്വീകരിക്കണം എന്ന് പറഞ്ഞു. അത് തന്നെ വലിയ തിരിച്ചടി, നമ്മളിവിടെ ചർച്ച ചെയ്തതാണ്. അത് ഇസ്രായേലിനെ സംബന്ധിച്ച് വലിയ തിരിച്ചടിയാണ് അങ്ങനെ ഒരു പരാമർശം ഉണ്ടായത്. ഇങ്ങനെ ഈ വാറണ്ട് വന്നു കഴിഞ്ഞാൽ നെതന്യാഹു നാളെ പ്രസിഡന്റ് പദത്തിൽ നിന്ന് ഇറങ്ങുകയോ പ്രസിഡന്റ് ആയിരിക്കുമ്പോൾ തന്നെയോ അറസ്റ്റ് ചെയ്യപ്പെടുകയോ പ്രോസിക്യൂട്ട് ചെയ്യപ്പെടുകയോ എന്നുള്ളതല്ല പ്രശ്നം. ഒരു രാജ്യത്തിന്, അതൊരു ജനാധിപത്യ രാജ്യത്തിൻ്റെ പ്രധാനമന്ത്രിക്കെതിരെ ജനസൈഡ് കുറ്റത്തിൽ, വംശഹത്യ കുറ്റത്തിൽ വാറണ്ട് വരിക എന്ന് പറഞ്ഞാൽ ഒന്ന് ആലോചിച്ച് നോക്കുക. അദ്ദേഹത്തിന് ബ്രിട്ടനിൽ പോകാൻ കഴിയില്ല. ബ്രിട്ടൻ ഇസ്രായേലിൻ്റെ ഒരു സഖ്യശക്തിയാണ്. അപ്പോൾ ഇന്ന് ഋഷി സുനക്ക് എന്താണ് പറഞ്ഞത് ഈ വാറണ്ടിനോട് പ്രതികരിച്ചത്? ഈ ICCയുടെ നടപടി യുദ്ധം അവസാനിപ്പിക്കാൻ ഉതകുന്നതല്ല, അല്ലാതെ ആ വാറണ്ട് തെറ്റാണെന്നല്ല പറയുന്നത്. ഇദ്ദേഹം അവിടെ പോയി കഴിഞ്ഞാൽ ഋഷി സുനകിൻ്റെ സർക്കാരിന് അദ്ദേഹത്തെ അറസ്റ്റ് ചെയ്യാതിരിക്കാൻ പറ്റില്ല. കാരണം ബ്രിട്ടനിലെ നിലനിൽക്കുന്ന രാഷ്ട്രീയ സാഹചര്യം, ബ്രിട്ടൻ്റെ ഒരു പാരമ്പര്യവും അനുസരിച്ച് ബെഞ്ചമിൻ നെതന്യാഹുവിനെ അറസ്റ്റ് ചെയ്തേ ബ്രിട്ടന് പറ്റൂ. അതാണ് അദ്ദേഹത്തിൻ്റെ ധർമ്മസങ്കടം. ഈ ധർമ്മസങ്കടമുള്ള നിരവധി പാശ്ചാത്യ രാജ്യങ്ങളുണ്ട്. ഇങ്ങനെ ഒരു വാറണ്ട് പാസ്സായി കഴിഞ്ഞാൽ ഇദ്ദേഹത്തെ അറസ്റ്റ് ചെയ്യേണ്ടി വരുന്ന ഫ്രാൻസ് ഉൾപ്പെടെ ഒരുപാട്, കാനഡ ഉൾപ്പെടെയുള്ള നിരവധി രാജ്യങ്ങളുണ്ട്. അപ്പോൾ അതൊരു ചെറിയ പ്രശ്നമല്ല. മറ്റൊന്ന്, ഈ ഒരു വാറണ്ട് പാസ്സായാൽ ഇസ്രായേലിന് സംഭവിക്കുന്ന ഡിപ്ലോമാറ്റിക് ലോൺലിനെസ് ആണ്. ഒരു പ്രധാനമന്ത്രിക്ക് പല രാജ്യങ്ങളിലേക്കും ട്രാവൽ ചെയ്യാൻ പറ്റില്ല എന്ന് വന്നാലൊന്ന് ആലോചിച്ച് നോക്കുക. അത് ഇസ്രായേലിന് എത്രമാത്രം ഒറ്റപ്പെടുന്നു എന്ന് ആലോചിച്ച് നോക്കുക. അതിനപ്പുറം ഇത് നാളെ ബെഞ്ചമിൻ നെതന്യാഹുവിനെ വംശഹത്യ കുറ്റത്തിന് പോയി വിചാരണ ചെയ്ത് തൂക്കിക്കൊല്ലും എന്നുള്ളതല്ല, നയതന്ത്രപരമായി ഏൽക്കുന്ന വലിയൊരു തിരിച്ചടിയാണ് ഇസ്രായേലിനെ സംബന്ധിച്ചത്. അതിനപ്പുറം ഇതിന് കാര്യമായ എന്തെങ്കിലും പ്രസക്തി ഉണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല. യെസ്, അതൊക്കെയാണ് നിരീക്ഷണങ്ങൾ. നമുക്ക് ഇനി നാളെ ഇരിക്കാം. നമസ്കാരം.